പോക്സോ കേസിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തു. കോഴിക്കോട് കസബ പോലീസാണ് ചോദ്യം ചെയ്തത്. ഫെബ്രുവരി 28 വരെ അറസ്റ്റ് പാടില്ലെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലവിലുണ്ട്. നിയമ നടപടികളുമായി സഹകരിക്കണമെന്നും വിശദമായി പിന്നീട് പ്രതികരിക്കാമെന്നും കുട്ടിക്കൽ ജയചന്ദ്രൻ പറഞ്ഞു. സംഭവം ചോദിച്ചാൽ വേറെ ഒന്നല്ല, ഇതില് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. നമുക്കിതില് ഇപ്പൊ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അല്ല, എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാനുള്ള ഒരു അനുവാദം എനിക്കില്ല ഒരിടത്തും. അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു തീരുമാനമുണ്ട്. നിങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇത് വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കും. എന്തോ ഇല്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവര് പറയുന്ന രീതിയിൽ നമുക്ക് സഹകരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും സ്നേഹം, നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാം താങ്ക്സ്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ആശ്വാസം നടനുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തേടിയിട്ടുണ്ട്? പ്രജീഷ്, പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനാണ് ഇന്ന് കസബ പോലീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത്. ഇന്നിപ്പോൾ അദ്ദേഹം ഹാജരാവാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, സുപ്രീം കോടതി ഫെബ്രുവരി 28 വരെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഏതു വിധേനയും അന്വേഷണവുമായി സഹകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. അതുപ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ സ്വമേധയാ കസബ പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പോലീസുമായിട്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, പോലീസ് ഇദ്ദേഹത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഒളിവിലായ സമയത്ത് തന്നെ. അതിൽ ഇദ്ദേഹം കൂട്ടിക്കൽ ജയചന്ദ്രൻ ഡിജിറ്റൽ പണമിടപാടുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകളോ ഒന്നും നടത്താത്തത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇങ്ങനെയൊരു ഉത്തരവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇതിൽ എപ്പോൾ വേണമെങ്കിലും ഇനി കസബ പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും അറിയുന്നു. അതോടൊപ്പം തന്നെ ഈ 4 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴി സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മെഡിക്കൽ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് പോലീസ് ഇതിൽ പറയുന്ന ഒരു കാര്യം. കാരണം മജിസ്ട്രേറ്റിന് മുൻപിലും പോലീസിന് മുൻപിലും ഈ പെൺകുട്ടി 4 വയസ്സുകാരി നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നത് പീഡനത്തിനിരയായി എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഇത്തരത്തിലൊരു പീഡനം സംഭവിച്ചതായിട്ട് ഈ മൊഴികളിൽ ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ തന്നെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പോക്സോ കേസിലാണ് നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്.